നല്ല ചൂട് ഇഡ്ഡലി നല്ല ഒരു ടിഫിൻ സാമ്പാറും കിട്ടി എങ്ങനെ ഉണ്ടാവും? ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ നമുക്ക് നല്ല ചൂട് ഇഡ്ഡലി നല്ല ഒരു ടിഫിൻ സാമ്പാറും കിട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് ആ ടിഫിൻ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ റെസിപ്പി പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവാള, പിന്നെ ചെറിയ കഷ്ണം മത്തൻ, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ വേറെ മുരിങ്ങക്കായേ അല്ലാന്നുണ്ടെങ്കിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ മാത്രമാണ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കപ്പിൽ 125 ഗ്രാമിൻ്റെ ഈ ഒരു കപ്പിൽ ചെറിയ പരിപ്പ്, അതായത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ, ചെറുപരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കില്ലേ, ആ പരിപ്പ് ചെറുപരിപ്പ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കപ്പിൽ നമ്മൾ തുവരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണ്ടത് ചെറുപരിപ്പാണ്, കുറച്ച് കൂടുതൽ വേണ്ടത് തുവരപ്പരിപ്പ് കുറച്ച് മതി. പിന്നെ കായം, ഒരു കഷ്ണം ശർക്കര, ഈ സ്പൂൺ കണ്ടോ, ഈ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ ജീരകം, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ സ്പൂണിൽ തന്നെ 1/4 സ്പൂൺ ഉലുവ, പിന്നെ ഇതിൽ തന്നെ 2 സ്പൂൺ നിറയെ സാമ്പാർ പൊടി, പിന്നെ ഈ സ്പൂണിൽ തന്നെ 1 സ്പൂൺ നിറയെ കൊത്തമ്പല മല്ലി, പിന്നെ കുറച്ച് വറവിന് കടുക്, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു കായത്തിൻ്റെ കഷ്ണം, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് കായപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ചെറുപരിപ്പും തോരപ്പരിപ്പും ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ചോളൂ. കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചില്ലേ 3 പച്ചമുളക്, അത് നിങ്ങൾ എരിയുടെ ആവശ്യത്തിന്, എരി കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ 4 പച്ചമുളകൊക്കെ ഇടാം. ഞാൻ 3 പച്ചമുളക് ഇട്ടുന്നതാണ്. 3 പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പരിപ്പിൻ്റെ കൂടെ ഇടുമ്പോൾ അത് വേകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കായപ്പൊടിയിൽ നിന്ന് ഒരു പിഞ്ച് കായപ്പൊടി ഇടുക. നമ്മൾ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ പരിപ്പ് എന്ത് വേവിക്കുമ്പോഴും ഇങ്ങനെ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ അതിങ്ങനെ 4 ഓളം പോയിക്കൊണ്ടിരിക്കും. കുറച്ച് വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അടച്ചിട്ട് ഒരു 3-4 വിസിൽ അടിക്കുക. ഇത് 4 വിസിൽ അടിക്കട്ടെ. നമ്മൾ ആ കുക്കർ എടുത്ത് അപ്പുറത്തെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഈ പച്ചക്കറി കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവട്ടെ, അതിൻ്റെ ഉള്ളിൽ പച്ചക്കറി വേവിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കായി നമ്മൾ പാത്രം വെച്ചു. പാത്രം ഒന്ന് ചൂടായി. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റുക. ഒരുപാട് വഴറ്റി അതിൻ്റെ കളറ് മാറുമൊന്നും വേണ്ട. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മത്തനും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ഒന്ന് ചെറുതായിട്ട് 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. നമ്മൾ
എടുത്ത് വെച്ച ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. 2 തക്കാളിയാണ്, കാരണം നമ്മൾ ചിക്കൻ സാമ്പാറാണ്, അതിൽ പുളിയൊന്നും ഒഴിക്കില്ല. അപ്പോൾ പുളിക്ക് നമുക്ക് ഈ തക്കാളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഇനി 2 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനോട് കൂടി നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഇല്ലേ, ആ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പരിപ്പിലേക്കും കൂടിയുള്ള ഉപ്പ് നമുക്കിടാം. ഉപ്പൊക്കെ പിന്നെ നമ്മൾ ഏകദേശം നിങ്ങളൊരു അളവിന് ഉപ്പിടുക. പരിപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പം അതിനുള്ള ഉപ്പും കൂടി ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ കടന്നിട്ട് നന്നായി വേണം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കുക്കർ 4 വിസിലടിച്ചു. ഞാനത് മാറ്റി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചില്ലേ ഈ മല്ലി, അതിൽ ജീരകം, പിന്നെ ഈ ഉലുവ. ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് പറഞ്ഞ പോലെ 3 മുളക് ഇടാം. ഞാൻ 2 മുളക് ഇട്ടിട്ടുള്ളൂ. ഇത് കൂട്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കുക. നമുക്ക് പൊടിക്കാനാണത്. പൊടിയാൻ വരുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ, പൊടിക്കാൻ പറ്റുന്ന പോലെ. ജീരകമുണ്ട്, അതുകൊണ്ട് നമ്മൾ കഴിയാനും പാടില്ല. ജീരകം പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതിലേക്കുള്ള ഒരു വറവ് പൊടിയാണ് കേട്ടോ, സാമ്പാറിലേക്കുള്ളത്. ഇനി നമ്മൾ ഇത് മിക്സറ് ചെറിയ ജാറിൽ നമ്മൾ കുക്കർ 4 വിസിലടിച്ചില്ലേ, അത് തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്നു. ഇനി നമ്മൾ ഈ പരിപ്പിനെ ഒന്നും കൂടി നന്നായി ഉടച്ചു കൊടുക്കുകയാണ്. എനിക്ക് പരിപ്പ് അങ്ങനെ കാണണമെന്നില്ല, നന്നായി ഉടയണതാണ് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ്. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം അടയ്ക്കാൻ പറ്റും അത്രത്തോളം അടയ്ക്കാം. ചിലപ്പോൾ ഒരു 5 വിസിൽ അടിച്ചിരുന്നത് ചിലപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കുക്കർ ഇപ്പോൾ 4 വിസിൽ അടിച്ചപ്പോൾ ഇത്രയാണ് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണം ഉണ്ടാവുക, കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ണമൊന്ന് നമ്മൾ ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം. കാര്യമായിട്ട് കഷ്ണം ഇതിൽ കാണണമെന്നും കഴിക്കണമെന്നൊന്നുമില്ല. അങ്ങനത്തെ സാമ്പാറാണ് ഈ ചിക്കൻ സാമ്പാർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് മാക്സിമം നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് നമ്മൾ എടുത്ത് വെച്ചില്ലേ ഈ ഒരു ശർക്കരയുടെ കഷ്ണം, ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂണ് സാമ്പാർ പൊടി എടുത്തില്ലേ, അത് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
പൊടിയൊക്കെ ഇട്ടപ്പോൾ സാമ്പാർ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇതിലേക്ക് പൊട്ടി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പരിപ്പും കഷ്ണങ്ങളും ഒക്കെ പാടെ കൂടിയിട്ട് ഗ്യാസ് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാന് ഒന്നും കൂടി നമ്മൾ ഗ്യാസിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു, പാൻ ചൂടായിട്ട് നമ്മൾ ഈ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ 2 വറ്റൽമുളക് അങ്ങനെ ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചില്ലേ ഉഴുന്നും പരിപ്പ്, അതുകൂടെ ഗ്യാസ് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഒപ്പം നമ്മൾ എടുത്ത് വെച്ച ഈ കായത്തിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കായത്തിൻ്റെ കഷ്ണം ഇത് നമ്മൾ സാമ്പാറിലേക്ക് കൊട്ടി കൊടുക്കുക. ഇതാണ് സാമ്പാറിൻ്റെ മാവ്. കായ അതിൽ കടന്നിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ചെറുപരിപ്പൊക്കെയാണ്. അപ്പം അതുകൊണ്ട് സാമ്പാർ ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ കൊഴുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇനി ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എനിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളങ്ങട്ടെ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കണം. കാരണം ചെറുപരിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ല വെന്തതായതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീം കൂട്ടി വെക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഇനി ഇതാ കുറച്ച് മണത്തിനും ഗുണത്തിനൊക്കെ വേണ്ടി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ താരം, മല്ലിയില. എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ, എൻ്റെ ഇത്രയേ ഉള്ളൂ, അത് ഞാൻ ഇട്ട് കൊടുത്തു. എത്ര ഉണ്ടെങ്കിലും മല്ലിയില ഇടാം. മല്ലിയില ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ടിഫിൻ സാമ്പാറിന്. അതിന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു പൊടി പൊടിച്ചില്ലേ, കുറച്ച് ജീരകവും മല്ലിയും ഉലുവയും കൂടിയിട്ട് അതൊന്നിതാ ഒരു സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പൊടിച്ചപ്പോൾ കുറച്ച് അധികമായതാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എടുക്കാം അല്ലേ. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പൊടി ഇട്ടതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, കഴിക്കും. അപ്പോൾ നമുക്കിത് വേഗം ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള പണി ചെയ്യാം. ചെറുതായിട്ട് തിളങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കണം. നെയ്യും കൂടി ഇട്ടാലാണ് ഈ സാമ്പാർ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഇപ്പം നമ്മുടെ സൂപ്പർ ഡൂപ്പർ ഡിലീഷ്യസ് ടിഫിൻ സാമ്പാർ. ഉണ്ടാവും. എൻ്റെ ക്യാരറ്റിൻ്റെ കഷ്ണം മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ആ മുളകൊക്കെ ഇങ്ങനെ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഏതെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ സാമ്പാർ കഴിച്ചിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ പുളി ഒഴിച്ചിട്ടില്ല, നാളികേരം ഇട്ടിട്ടില്ല. സിമ്പിളാണ്, രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്.
നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയാണ് ഞാനിന്ന് സാമ്പാർ കൂട്ടി കഴിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടി ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.